ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്തയിലേക്കാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം തെന്നി മാറിയതായി സൂചനാ സംശയങ്ങൾ നിലവിൽ നിൽക്കുകയാണ്. എയർ ഇന്ത്യ AI-504 എന്ന വിമാനമാണ് തെന്നി മാറിയതായിട്ട് മനസ്സിലാക്കുന്നത്. ഹൈബിയുടെ MP ഒരു കുറച്ച് നേരം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹവും സംശയം പ്രകടിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഇതൊരു സംശയം മാത്രമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണോ? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്ക് 10:34 പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എപ്പോഴായിരിക്കും ഇനി എടുക്കുക? എന്താണ് പുതിയ വിശദാംശങ്ങൾ? 10:34 എടുക്കേണ്ട ഫ്ലൈറ്റ് തന്നെയാണ് AI-504 എയർ ഇന്ത്യ വിമാനം. അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഹൈബി ഈഡൻ MP ആണ് ആദ്യം ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഹൈബി ഈഡന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സംതിങ് unusual with this flight AI-504. It just felt like the flight skid on the runway and hasn't taken off yet എന്ന് ഹൈബി ഈഡൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. അതായത് റൺവേയിൽ ഒരു സ്കിഡ് ചെയ്ത പോലെ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് ഹൈബി ഈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ വിമാനത്തിന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ വിമാനത്തിനകത്ത് ഉള്ള ആളുകൾ പറയുന്നത് ഈ ഫ്ലൈറ്റ് ഫുൾ ആക്സിലറേഷൻ ഫുൾ ത്രോട്ടിലിൽ റൺവേയിലേക്ക് പോയി, പക്ഷെ ഒരു സഡൻ എമർജൻസി ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. മാത്രമല്ല, ഇപ്പൊ പൈലറ്റ് ഇതിൽ ചില വൈബ്രേഷനുകൾ അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ മനുവിലേക്ക് വരാം. എന്തായാലും AI-504 എന്ന വിമാനം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ഇപ്പോൾ തെന്നി മാറിയതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. എന്തായാലും പൈലറ്റിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഫ്ലൈറ്റിന് ചെറിയൊരു വൈബ്രേഷൻ നോയ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 10:34 ഈ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നത്. മനു, തുടരാം. അപ്പൊ ഇതിനകത്ത് വിമാനത്തിനകത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സഡൻ ബ്രേക്കിങ്ങിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായി. പൈലറ്റും ഇത് സംബന്ധിച്ച് ശബ്ദമുണ്ടായി എന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് വിമാനം എയർബേയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് 1:47 പുലർച്ചെ ഡൽഹിയിൽ എത്തേണ്ട വിമാനമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. വൈകാതെ തന്നെ ഇത് പരിശോധിച്ചു പോകും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. കൂടുതൽ ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ആവശ്യമായി വരും. ഇത് എയർ ഇന്ത്യ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പൈലറ്റിന്റെയും അതുപോലെ ഇത് സാങ്കേതിക വിദഗ്ധരുടെയും പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇനി വിമാനത്തിന് സർവീസ് നടത്താനാകുക എന്നാണ് മനസ്സിലായത്. ഏതായാലും ആളുകൾക്കൊന്നും പരിക്കില്ല എന്നത് അല്ലെങ്കിൽ വേറെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നത് വലിയ ഒരു ആശ്വാസത്തിന് വഴി നൽകുന്നു. ഫ്ലൈറ്റ് ആദ്യം റൺവേയിലേക്ക് കടക്കുകയും ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് ഈ അസാധാരണമായ ശബ്ദം കേൾക്കുകയും വൈബ്രേഷൻ ഉണ്ടാകുകയും ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും വിമാനം ബേയിലേക്ക് മാറ്റുകയും ചെയ്തു. ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതിലെ അസ്വാഭാവികത മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമായി തോന്നുന്നു. ഏതായാലും വിമാനത്തിന് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരിശോധനകൾക്ക് ശേഷമാകും ടേക്ക് ഓഫ് ഉണ്ടാകുക. ചെറിയൊരു കുലുക്കം വിമാനത്തിൽ അനുഭവപ്പെട്ടു എന്ന് യാത്രക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. റൺവേയിലേക്ക് എത്തി ടേക്ക് ഓഫിലേക്ക് പോകുന്ന ആ വഴിയിൽ അത് തന്നെയാണ് ഫുൾ ത്രോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അതേ വഴിയിലൂടെയാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയും ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും വിമാനം നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും എല്ലാ പാസഞ്ചേഴ്സും സേഫ് ആണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10:34 കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ്. ഏകദേശം 1:47 ഡൽഹിയിൽ അറൈവ് ചെയ്യേണ്ട വിമാനമാണ്. പക്ഷേ വിമാനം തെന്നി മാറിയതായിട്ടുള്ള സംശയം ഹൈബി ഈഡൻ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇത് മനസ്സിലാക്കുന്നത്. മനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.